Hello everyone, I'm Devika from Genius Academy. വെൽക്കം ടു ജിനൂസ് അക്കാഡമി. ഇനി OET ഈസിയായി ക്രാക്ക് ചെയ്യാം. ഓരോ നഴ്സിന്റെയും ലെവൽ അനുസരിച്ച് എളുപ്പത്തിൽ പഠിക്കാനുള്ള ടിപ്സ് നൽകിയാണ് ജിനൂസ് അക്കാഡമിയുടെ OET കോച്ചിങ്. ജിനൂസ് അക്കാഡമി, ഒന്നാമതെത്താം. സ്വപ്നങ്ങൾക്കൊപ്പം പറക്കാം. ജിനസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് OET റോൾ പ്ലേ കാർഡ് ഡിസ്കഷൻ ആണ്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതാണ് നമ്മുടെ റോൾ പ്ലേ കാർഡ്. ഇതൊരു ഹോസ്പിറ്റൽ സെറ്റിംഗ് വരുന്ന കാർഡാണ്. അപ്പോൾ നമുക്ക് എക്സ്പ്ലനേഷനിലേക്ക് പോവാം. നമ്മളുടെ സെറ്റിംഗ് വന്നിരിക്കുന്നത് ഹോസ്പിറ്റലാണ്. ദെൻ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷനിൽ പറയുന്നത് എന്തൊക്കെയാണ്? യുവർ പേഷ്യൻറ്റ് ഈസ് 44 years old and preparing for discharge following medical assessment for syncope. Preliminary tests indicate partial hypotension as the cause. You are discussing the discharge plan and reviewing instructions for the patient to monitor his or her blood pressure at home. So, ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മളുടെ പേഷ്യൻ്റ് ഒരു 44-year-old പേഷ്യൻ്റ് ആണ്. അദ്ദേഹത്തിനെ മെഡിക്കൽ അസസ്മെൻറ്റിന് ശേഷം ഡിസ്ചാർജിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണ്. ദെൻ അദ്ദേഹത്തിൻ്റെ പ്രിലിമിനറി ടെസ്റ്റിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അദ്ദേഹത്തിന് പോസ്റ്റൽ ഹൈപ്പോടെൻഷൻ ആവാം. അദ്ദേഹത്തിന് ഇപ്പോഴുള്ള ഫെയിൻറ്റിങ്, അതായത് മെഡിക്കലി നമ്മൾ പറയുന്നത് സിൻകോപ്പ് എന്നാണ്. സോ അതിനുള്ള കാരണം പോസ്റ്റൽ ഹൈപ്പോടെൻഷൻ ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ you are discussing the discharge plan and reviewing instructions for the patient to monitor his or her blood pressure at home. നമ്മൾ പേഷ്യൻറ്റിനോട് ഡിസ്ചാർജ് പ്ലാൻ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ആൻഡ് അതിനുശേഷം എന്താണ്, പേഷ്യൻറ്റിന് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുകയാണ്. എങ്ങനെ ഹോസ്പിറ്റൽ ഡിസ്ചാർജിന് ശേഷം വീട്ടിലെത്തിയിട്ട് ബ്ലഡ് പ്രഷർ മോണിറ്റർ ചെയ്യാം എന്നതിനെ പറ്റിയിട്ട് നമ്മളൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുകയാണ്. ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ വായിച്ചു കഴിയുമ്പോൾ തന്നെ നമുക്ക് കേസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുമെങ്കിൽ മുന്നിലിരിക്കുന്ന ഇൻ്റർലൊക്കേറ്റിനോട് പേഷ്യൻറ്റിനെ എങ്ങനെ അഡ്രസ്സ് ചെയ്യാമെന്ന് ചോദിക്കാം. അതിനുശേഷം അദ്ദേഹം തരുന്ന ആ നെയിം നിങ്ങൾക്ക് കാണത്തക്ക രീതിയിൽ തന്നെ വലുതായി നിങ്ങളുടെ റോൾ പ്ലേ കാർഡിൽ എഴുതി വയ്ക്കാം. ഇവിടെ നമ്മളുടെ പേഷ്യൻ്റ് ഒരു 44-year-old പേഷ്യൻ്റ് ആണ്. അദ്ദേഹത്തിന് ഡിസ്ചാർജിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണ്. സോ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹം നമുക്ക് അറിയുന്ന ഒരു പേഷ്യൻ്റ് ആണ്. സോ ഇതൊരു നോൺ കേസ് ആണ്. സോ നമുക്ക് പേര് ചോദിക്കാം, ദെൻ ആ പേര് എഴുതി വെക്കാം. ഇൻ ബിറ്റ്വീൻ റോൾ പ്ലേയുടെ ഇടയിൽ നമുക്ക് കൺഫ്യൂഷൻ വരികയാണെങ്കിൽ അല്ലെങ്കിൽ പേഷ്യൻ്റെ പേര് മറന്നു പോവുകയാണെങ്കിൽ ഇത് നമുക്ക് നോക്കി വായിക്കാവുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ വായിച്ചിട്ട് ചില കേസ് നോട്ട്സിൽ നമുക്ക് മനസ്സിലാവാറില്ല നോൺ ആണോ അൺനോൺ ആണോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടാസ്ക് കൂടെ വായിച്ചു നോക്കുക. ഫസ്റ്റ് ടാസ്കോ അല്ലെങ്കിൽ സെക്കൻഡ് ടാസ്കോ കൂടെ വായിക്കുമ്പോഴേക്കും നമുക്കിതിൽ എന്ത് കേസാണെന്ന് പൂർണ്ണമായി ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. നമുക്ക് ഫസ്റ്റ് ടാസ്ക് നോക്കാം. അതിൽ പറയുന്നത് എക്സ്പ്ലെയിൻ റീസൺ ഫോർ സീയിങ് പേഷ്യൻറ്റ്, ദെൻ ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട് ഡിസ്ചാർജ് ഡിസ്കഷൻ. ദെൻ അതിനോടൊപ്പം തന്നെ തരുന്നുണ്ട് ഫൈൻഡ് ഔട്ട് ഹൗ പേഷ്യൻ്റ് ഈസ് ഫീലിംഗ് അബൌട്ട് ഗോയിങ് ഹോം. നമ്മുടെ ഫസ്റ്റ് ടാസ്കിൽ പറഞ്ഞിരിക്കുന്നത് നമ്മൾ എന്തിനാണോ പേഷ്യൻറ്റിനെ കാണാൻ ചെന്നിരിക്കുന്നത് അതിനുള്ള റീസൺ പേഷ്യൻറ്റിനോട് പറയാനാണ്. സോ ഇവിടെ ബ്രാക്കറ്റിൽ തന്നിരിക്കുന്നത് ഡിസ്ചാർജ് ഡിസ്കഷൻ എന്നാണ്. പേഷ്യൻ്റെ ഡിസ്ചാർജിൻ്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനാണ് നമ്മൾ പേഷ്യൻ്റെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. ദെൻ ഫൈൻഡ് ഔട്ട് ഹൗ പേഷ്യൻ്റ് ഈസ് ഫീലിംഗ് അബൌട്ട് ഗോയിങ് ഹോം. വീട്ടിൽ പോകുന്നതിനെക്കുറിച്ച്, അതായത് ഡിസ്ചാർജ് ആവുന്നതിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഫീലിങ്സ് ചോദിച്ചറിയാൻ അല്ലെങ്കിൽ കണ്ടെത്താനാണ് നെക്സ്റ്റ് ടാസ്കിൽ പറയുന്നത്. അടുത്തതായി ഇവിടെ പറയുന്നത് റിയഷ്യൂർ പേഷ്യൻ്റ് അബൌട്ട് ഡിസ്ചാർജ് ഡെസിഷൻസ്. ദെൻ ബ്രാക്കറ്റിൽ ഇൻഫർമേഷൻസ് തരുന്നുണ്ട് മെയ്ഡ് ബൈ മൾട്ടി ഡിസിപ്ലിനറി ടീം, ഡിപ്പെൻഡൻ്റ് ഓൺ സാറ്റിസ്ഫാക്ടറി അസസ്മെൻറ്റ്, നോ ഡേഞ്ചർ ടു ഹെൽത്ത്. സോ ഇവിടെ പറയുന്നത് എന്താണ്, അദ്ദേഹത്തിന് നമ്മൾ സമാധാനപ്പെടുത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ ഡിസ്ചാർജ് ഡിസിഷൻസ് ഒക്കെ എടുത്തിരിക്കുന്നത് മൾട്ടി ഡിസിപ്ലിനറി ടീം അസസ് ചെയ്തതിന് ശേഷമാണ്. അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ എന്താണ്, സാറ്റിസ്ഫാക്ടറി ആണ്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ സ്റ്റേറ്റ് സാറ്റിസ്ഫാക്ടറി ആണെന്നും അദ്ദേഹത്തിൻ്റെ ഹെൽത്തിന് ഒരു തരത്തിലുള്ള ഡേഞ്ചർ ഇല്ല, അതുകൊണ്ടാണ് ഡിസ്ചാർജ് ഡിസിഷൻ നമ്മൾ എടുത്തിരിക്കുന്നത് എന്നാണ് അദ്ദേഹത്തിന് നമ്മൾ ബോധ്യപ്പെടുത്തുന്നത്. ദെൻ ഫൈൻഡ് ഔട്ട് വാട്ട് പേഷ്യൻ്റ് നോസ് അബൌട്ട് മോണിറ്ററിങ് ഹിസ് ഓർ ഹെർ ബ്ലഡ് പ്രഷർ. ബ്ലഡ് പ്രഷർ മോണിറ്റർ ചെയ്യുന്നതിനെ കുറിച്ച് അദ്ദേഹത്തിന് എന്തൊക്കെ അറിയാം എന്നുള്ള കാര്യം കൂടെ നമ്മളിവിടെ ചോദിക്കുകയാണ്. ദെൻ നെക്സ്റ്റ് ടാസ്കിൽ പറയുന്നത് എക്സ്പ്ലെയിൻ ഹൗ ടു ടേക്ക് BP റീഡിങ്സ്. ദെൻ ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട് ട്വൈസ് ഡെയിലി അറ്റ് സെയിം ടൈം ഫോർ 1 week ഡോക്യുമെൻറ്റ് റീഡിങ്സ്. സോ എങ്ങനെയാണ്
BP റീഡിങ്സ് എടുക്കേണ്ടത് അല്ലെങ്കിൽ അതിൻ്റെ ഫ്രീക്വൻസിയും കാര്യങ്ങളും ഒക്കെയാണ് പിന്നീട് പറയുന്നത്. ഡെയിലി 2 തവണ എടുക്കണമെന്നും ഒരേ സമയങ്ങളിൽ എടുക്കണമെന്നും ഒരാഴ്ചത്തേക്കാണ് അത് എടുക്കേണ്ടതെന്നും എന്നിട്ട് ഈ റീഡിങ്സ് ഡോക്യുമെന്റ് ചെയ്ത് വെക്കണം എന്നുമാണ് ഈ ഒരു ടാസ്കിൽ പറയുന്നത്. ദെൻ നെക്സ്റ്റ് ടാസ്കിൽ എന്താണ്? അഡ്വൈസ് പേഷ്യൻറ്റ് ടു കോണ്ടാക്ട് ഡോക്ടർ ഇഫ് ഹി ഓർ ഷീ ഹാസ് എനി കൺസേൺസ് അബൌട്ട് റീഡിങ്സ്. പേഷ്യൻറ്റിനെ നമ്മൾ ഉപദേശിക്കുകയാണ്, എന്തെങ്കിലും റീഡിങ്സിൽ കൺസേൺസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അൺയൂഷ്വൽ റീഡിങ്സ് എന്തെങ്കിലും നോട്ടീസ് ചെയ്യുകയാണെങ്കിൽ ഡോക്ടറിനെ കോണ്ടാക്ട് ചെയ്യണമെന്ന് അവരോട് പറയുകയാണ്. അതിനുശേഷം എന്താണ്? ഫൈൻഡ് ഔട്ട് അബൌട്ട് സപ്പോർട്ട് പേഷ്യൻറ്റ് ഹാസ് അറ്റ് ഹോം, ഫാമിലി, ഫ്രണ്ട്സ്, നൈബേഴ്സ്. പിന്നീട് നമ്മൾ പേഷ്യൻറ്റിനോട് ചോദിക്കുകയാണ്, പേഷ്യൻ്റ് വീട്ടിലേക്ക് തിരിച്ചു പോയാൽ പേഷ്യൻറ്റിനെ വീട്ടിൽ സപ്പോർട്ട് ചെയ്യാൻ ഫാമിലിയോ ഫ്രണ്ട്സോ നൈബേഴ്സോ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. ദെൻ അതിനുശേഷം നമ്മുടെ ലാസ്റ്റ് ടാസ്കിൽ പറയുന്നുണ്ട് റിയഫം ഇമ്പോർട്ടൻസ് ഓഫ് സപ്പോർട്ട് നെറ്റ്വർക്ക്, ഫാമിലി, നൈബേഴ്സ്, GP. ആരെങ്കിലും സപ്പോർട്ട് ചെയ്യാനുണ്ടോ, ഫാമിലി, നൈബേഴ്സോ GP ഒക്കെ ഉണ്ടോ എന്ന് ഒന്നും കൂടെ നമ്മളൊന്ന് ഉറപ്പ് വരുത്തുകയാണ്. Then advise need for review appointment in 1 week time. Check BP, look at reading, discuss any issues or concerns. എന്താണ് ഇവിടെ പറയുന്നത്? അഡ്വൈസ് നീഡ് ഫോർ റിവ്യൂ അപ്പോയിൻമെൻറ്റ് ഇൻ 1 week's ടൈം. അതായത് 1 വീക്കിനുള്ളിൽ പേഷ്യൻ്റ് ഒരു റിവ്യൂ അപ്പോയിൻമെൻ്റ് ഉണ്ട് എന്ന് പേഷ്യൻറ്റിനെ നമ്മൾ അഡ്വൈസ് ചെയ്യുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? BP ചെക്ക് ചെയ്യാനും റീഡിങ്സ് റീചെക്ക് ചെയ്യാനും എന്തെങ്കിലും ഇഷ്യൂസും കൺസേൺസും ഉണ്ടെങ്കിൽ പേഷ്യൻറ്റുമായി ഡിസ്കസ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ പേഷ്യൻറ്റിനോട് പറയുകയാണ്. സോ ഇത്രയുമാണ് നമ്മുടെ റോൾ പ്ലേ കാർഡിൽ നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷൻസ്. സോ നിങ്ങളുടെ 3 minutes പ്രിപ്പറേഷനിൽ നിങ്ങളിത് നന്നായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുക. നമുക്കിനി കോൺവെർസേഷനിലേക്ക് പോവാം. ഇതൊരു നോൺ കേസ് ആയതുകൊണ്ട് തന്നെ പേഷ്യന്റ് നെയിം ജോസഫ് ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുകയാണ്. ദെൻ അതിനുശേഷം പേഷ്യന്റിനെ ഗ്രീറ്റ് ചെയ്തതുകൊണ്ട് നമുക്ക് റോൾ പ്ലേ കാർഡ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഫസ്റ്റ് ടാസ്കിൽ പറയുന്നത് പേഷ്യന്റ് നമ്മൾ എന്തിനാണ് കാണാൻ വന്നിരിക്കുന്നത് അതിന്റെ റീസൺ പറയാനാണ്. ദാറ്റ് മീൻസ് നമ്മൾ പേഷ്യന്റ് ഡിസ്ചാർജിന്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. ദെൻ അതിനുശേഷം നമ്മൾ പേഷ്യന്റിനോട് ചോദിക്കുകയാണ് വീട്ടിൽ പോകുന്നതിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്താണെന്ന്. സോ ആസ് യൂഷ്വൽ നമ്മൾ റോൾ പ്ലേ സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ ഗ്രീറ്റ് ചെയ്തുകൊണ്ടും നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടും ഈ ഒരു റോൾ പ്ലേ സ്റ്റാർട്ട് ചെയ്യാം. ലൈക്ക് ഗുഡ് മോർണിംഗ് ജോസഫ്, ഐ ഹോപ്പ് യു റിമെമ്പർ മീ, ഐ എം നഴ്സ് ദേവിക. അല്ലെങ്കിൽ എന്താണ്? ഗുഡ് മോർണിംഗ് ജോസഫ്, ഐ എം ദേവിക, ഐ വിൽ ബി യുവർ അറ്റൻഡിങ് നഴ്സ് ടുഡേ. നിങ്ങൾ ഇന്ന് നോക്കാൻ പോകുന്ന നഴ്സ് ഞാനാണ്. അതിനുശേഷം നമുക്ക് എന്ത് പറയാം? ഐ എം ഹിയർ ടു ഡിസ്കസ് യുവർ ഡിസ്ചാർജ് പ്ലാൻ, ഹൗ ആർ യു ഫീലിംഗ് അബൌട്ട് ഗോയിങ് ഹോം ടുഡേ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങളുടെ ഡിസ്ചാർജ് പ്ലാൻ ഡിസ്കസ് ചെയ്യാനാണ്. വീട്ടിൽ പോകുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്ന് ചോദിക്കാം. അപ്പൊ അതിനുള്ള മറുപടി ആയിട്ട് നമ്മുടെ പേഷ്യന്റ് പറയാണ് ഐ എം ഫീലിംഗ് എ ബിറ്റ് ആങ്ഷ്യസ്, ഐ തിങ്ക് ഇറ്റ് മൈറ്റ് ബി ടു സൂൺ. അപ്പൊ അദ്ദേഹം പറയാണ് ഞാൻ കുറച്ച് ആങ്ഷ്യസ് ആണ്, ഇത് ഒത്തിരി നേരത്തെ ആയി പോയില്ലേ എന്ന് പറയാണ്. അതിന്റെ മറുപടി ആയിട്ടാണ് നമ്മൾ പറയുന്നത് നമ്മളുടെ മൾട്ടി ഡിസിപ്ലിനറി ടീം ഡിസൈഡ് ചെയ്തതാണ് അദ്ദേഹത്തിന്റെ ഡിസ്ചാർജ്. അദ്ദേഹത്തിന്റെ സാറ്റിസ്ഫാക്ടറി അസസ്മെന്റിൽ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഡിസ്ചാർജ് പറയുന്നത്. ദെൻ ഇപ്പോഴത്തെ കറന്റ് സിറ്റുവേഷനിൽ അദ്ദേഹത്തിന്റെ ഹെൽത്തിനൊന്നും ഒരു ഡേഞ്ചറും ഇല്ല എന്ന് പറയുകയാണ്. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? I completely understand your concerns. However, our multidisciplinary team has reviewed your case and we are confident that you are ready for discharge and you had a thorough assessment and which indicates there is no danger to your health. അദ്ദേഹത്തിന്റെ ഹെൽത്തിനൊന്നും പ്രോബ്ലം ഇല്ല എന്ന് പറയുകയാണ്. ദെൻ നെക്സ്റ്റ് നമുക്ക് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഫൈൻഡ് ഔട്ട് വാട്ട് പേഷ്യന്റ് നോസ് അബൌട്ട് മോണിറ്ററിങ് ഹിസ് ഓർ ഹെർ ബ്ലഡ് പ്രഷർ. ബ്ലഡ് പ്രഷർ മോണിറ്റർ ചെയ്യുന്നതിനെ കുറിച്ച് അദ്ദേഹത്തിന് എന്തറിയാമെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. സോ ഡു യു ഹാവ് എനി ഐഡിയ റിഗാർഡിംഗ് മോണിറ്ററിങ് ബ്ലഡ് പ്രഷർ? സോ അദ്ദേഹം മറുപടി ആയിട്ട് പറയാണ് ഡോക്ടർ എന്നോട് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു, പക്ഷെ എന്താണ് എനിക്കൊന്നും ഓർമ്മ കിട്ടുന്നില്ല എന്ന് പറയാണ്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ആ ബ്ലഡ് പ്രഷർ എടുത്ത് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് ബ്ലഡ് പ്രഷർ എടുക്കേണ്ടത് എന്നതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കാം. സോ എക്സ്പ്ലെയിൻ ഹൗ ടു മേക്ക് BP റീഡിങ്സ്. എങ്ങനെയാണ് BP റീഡിങ്സ് എടുക്കേണ്ടത്? ദെൻ അപ്പൊ ഇവിടെ ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട് ട്വൈസ് ഡെയിലി. ഡെയിലി എന്താണ്? 2 പ്രാവശ്യം എടുക്കണം, ഒരേ സമയത്തായിരിക്കണം, ഇത് ഒരാഴ്ചത്തേക്ക് കണ്ടിന്യൂ ചെയ്യണമെന്നും ആ റീഡിങ്സ് ഡോക്യുമെന്റ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമ്മൾ പറയാണ് try not to worry Joseph, I will explain you regarding that. ഞാൻ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. You'll need to take your blood pressure readings twice a day at the same time each day for 1 week. Please document all your readings and we will review them at your follow-up appointment. So നമ്മൾ പേഷ്യന്റിനോട് പറയാണ്
വിഷമിക്കൊന്നും വേണ്ട, ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ എന്താണ്, നിങ്ങളുടെ ബ്ലഡ് പ്രഷർ റീഡിങ് ഡെയിലി 2 തവണ എടുക്കണം, ഒരേ സമയത്ത് എടുക്കണം. എത്ര നാളത്തേക്ക്? ഒരാഴ്ചത്തേക്കും എടുക്കണമെന്ന് പറയാണ്. ദെൻ ഈ റീഡിങ്സ് ഒക്കെ നമ്മൾ ഡോക്യുമെന്റ് ചെയ്യണമെന്നും അതിനുശേഷം ഒരു ഫോളോ അപ്പ് അപ്പോയിന്റ്മെന്റ് ഇതിനു ശേഷം ഉണ്ടാവുമെന്നും പറയാണ്. ദെൻ അതിനുശേഷം പേഷ്യന്റ് ഇത് മനസ്സിലായോ എന്ന് നമുക്ക് ചോദിക്കാം അല്ലെ. Am I understandable to you, ജോസഫ്? ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ ജോസഫ് എന്ന് ചോദിക്കാം. ജോസഫ് മറുപടി പറയാണ്, അദ്ദേഹത്തിന് അബ്നോർമൽ റീഡിങ്സ് കിട്ടിയാൽ എന്ത് ചെയ്യുമെന്ന് അല്ലെ. Okay, got it. What if I get any abnormal readings? Abnormal readings കിട്ടിയാൽ എന്ത് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഡോക്ടറിനെ കോണ്ടാക്ട് ചെയ്യാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അഡ്വൈസ് പേഷ്യന്റ് ടു കോണ്ടാക്ട് ഡോക്ടർ ഇഫ് he has any concerns about readings. So അപ്പൊ നമുക്ക് അതിന് മറുപടി ആയിട്ട് പറയാം, if you have any concerns about your readings, please don't hesitate to contact your doctor and we are always here to help എന്ന് മറുപടി പറയാം. Then അതിനുശേഷം നമുക്ക് പേഷ്യന്റിനോട് ചോദിക്കാം, ഇസ് ദർ എനിത്തിങ് ബോദറിങ് യു മോർ ജോസഫ്? എന്തെങ്കിലും കൂടെ താങ്കളെ ബോധറിയിക്കുന്നുണ്ടോ എന്ന് ചോദിക്കാം. അപ്പോൾ അതിന് മറുപടി ആയിട്ട് പേഷ്യന്റ് പറയാണ്, ഓക്കെ, ദാറ്റ് മേക്സ് മീ ഫീൽ എ ബിറ്റ് ബെറ്റർ. എനിക്ക് എന്താണ്, അത് ഓക്കെ ആണ്, അല്ലെങ്കിൽ എനിക്കത് ബെറ്റർ ആയിട്ട് തോന്നുന്നുണ്ട്. നമുക്ക് നെക്സ്റ്റ് വന്നിരിക്കുന്ന ടാസ്ക് ആണ് ഫൈൻഡ് ഔട്ട് അബൌട്ട് സപ്പോർട്ട് പേഷ്യന്റ് ഹാസ് അറ്റ് ഹോം. ദെൻ ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട് ഫാമിലി, ഫ്രണ്ട്സ്, നൈബേഴ്സ്. പേഷ്യന്റിനെ വീട്ടിൽ സപ്പോർട്ട് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് പേഷ്യന്റിനോട് ചോദിക്കുവാണ് നമ്മൾ അല്ലെ. സോ നമുക്ക് പേഷ്യന്റിനോട് എങ്ങനെ ചോദിക്കാം? ഇസ് ദർ എനിവൺ ടു സപ്പോർട്ട് യു അറ്റ് യുവർ ഹോം? ആരെങ്കിലും എന്താണ് നിങ്ങളുടെ വീട്ടില് സപ്പോർട്ട് ചെയ്യാനുണ്ടോ എന്ന് ചോദിക്കുവാണ്. സോ അതിന് മറുപടി ആയിട്ട് പേഷ്യന്റ് പറയാണ്, I live with my spouse who will be looking after me and my other family members live close by. അപ്പൊ അദ്ദേഹം പറയാണ്, ഞാൻ എന്റെ സ്പൗസിന്റെ കൂടെയാണ് താമസിക്കുന്നത്, എന്റെ വേറെ ഫാമിലി മെമ്പേഴ്സും അടുത്തുണ്ട് എന്ന് പറയാണ് അല്ലെ. സോ ആ കൺസേൺ നമ്മൾ എന്ത് ചെയ്യുക? അഡ്രസ് ചെയ്യുക. പേഷ്യന്റ് പറയുന്ന ഓരോ കൺസേൺ അഡ്രസ് ചെയ്തിട്ട് വേണം നമ്മൾ നെക്സ്റ്റ് ടാസ്കിലേക്ക് പോവാൻ. ദെൻ നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് എന്താണ്? റിയഫം ഇമ്പോർട്ടൻസ് ഓഫ് സപ്പോർട്ട് നെറ്റ്വർക്ക്. സപ്പോർട്ട് നെറ്റ്വർക്കിന്റെ ആവശ്യം, അല്ലെങ്കിൽ നമ്മൾ പേഷ്യന്റിനോട് ഒന്നുകൂടെ ഉറപ്പിക്കുകയാണ് സപ്പോർട്ട് നെറ്റ്വർക്കിന്റെ ഇമ്പോർട്ടൻസ്. സോ അപ്പൊ പേഷ്യന്റിനെ നോക്കാൻ ആളുണ്ട് എന്ന് അറിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് പറയാം? ദാറ്റ്സ് ഗ്രേറ്റ്. ഹാവിംഗ് എ സപ്പോർട്ട് നെറ്റ്വർക്ക് ഈസ് ക്രൂഷ്യൽ. We will also schedule a review appointment for 1 week's time to check your blood pressure, review your readings and discuss any concerns you may have. So അതിനുശേഷം നമ്മൾ പറയാണ്, ഒരു സപ്പോർട്ട് നെറ്റ്വർക്ക് വേണ്ടത് ആവശ്യമാണ്. ക്രൂഷ്യൽ മീൻസ് എന്താണ്? വലിയ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ അതിനുശേഷം എന്താണ്? ഞങ്ങളൊരു അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്യാം 1 വീക്കിന് ശേഷം. നിങ്ങളുടെ ബ്ലഡ് പ്രഷർ നോക്കാനും റീഡിങ്സ് ഒക്കെ നോട്ടീസ് ചെയ്യാൻ, എന്തെങ്കിലും കൺസേൺസ് ഒക്കെ ഉണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു അപ്പോയിന്റ്മെന്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് പേഷ്യന്റിനെ അറിയിക്കുകയാണ് അല്ലെ. ദെൻ ഇത്രയും പറഞ്ഞിട്ട് നമുക്ക് പേഷ്യന്റിനോട് ചോദിക്കാം, ഹൗ ഡസ് ദാറ്റ് സൗണ്ട് ജോസഫ്? അതെങ്ങനെയുണ്ട് ജോസഫ് എന്ന് ചോദിക്കാം. അപ്പൊ ജോസഫ് നമുക്ക് മറുപടി ആയിട്ട് പറയാണ്, ദാറ്റ് സൗണ്ട്സ് ഗുഡ് നഴ്സ്, അത് നന്നായിട്ടുണ്ട് എന്ന് പറയാണ്. വീണ്ടും നമ്മൾ പേഷ്യന്റിനോട് ചോദിക്കുകയാണ്, ഇസ് ദർ എനിത്തിങ് ബോദറിങ് യു ജോസഫ്? നിങ്ങൾ എന്തെങ്കിലും ബോദറിയിക്കുന്നുണ്ടോ ജോസഫ്, അല്ലെങ്കിൽ എന്താണ്? അപ്പൊ ജോസഫ് പറയാണ്, നോ നഴ്സ്, എവറിത്തിങ് ഈസ് ക്ലിയർ ഫോർ മീ, എല്ലാം എനിക്ക് ക്ലിയർ ആണ്, ഒന്നും തന്നെ അറിയാനില്ല എന്ന് പറയാണ് അല്ലെ. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം? ഈ റോഡ് കാർഡ് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലെ. പേഷ്യന്റ് നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായോ, എന്തെങ്കിലും കൺസേൺസ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കണം എന്ന് പറഞ്ഞിട്ട് കൂടെ കൺക്ലൂഡ് ചെയ്യാം അല്ലെ. അല്ലെങ്കിൽ എന്താണ്, ഡിസ്ചാർജ് പ്രോസസ്സുമായിട്ട് നിങ്ങൾ പ്രൊസീഡ് ചെയ്തോട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. സോ ജോസഫ്, I hope everything is clear for you, and if you have any further questions or concerns, please don't hesitate to ask എന്ന് പറയാം. then അതിനുശേഷം പേഷ്യന്റ് എന്താണ്, ഓക്കെ താങ്ക് യു നഴ്സ് എന്ന് പറയാണ്. then അതിനുശേഷം നമുക്ക് പേഷ്യന്റിനോട് പറയാം, ഓക്കെ ലെറ്റ് മീ പ്രൊസീഡ് വിത്ത് യുവർ ഡിസ്ചാർജ് പ്രോസസ്. ഞാൻ നിങ്ങളുടെ ഡിസ്ചാർജ് പ്രോസസ്സുമായിട്ട് പ്രൊസീഡ് ചെയ്തോട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് നമുക്ക് ഈ റോൾ പ്ലേ കാർഡ് വൈൻഡ് അപ്പ് ചെയ്യാം. ജിനൂസ് അക്കാഡമി, ഒന്നാമതെത്താം. സ്വപ്നങ്ങൾക്കൊപ്പം പറക്കാം.